ഇപ്പോൾ നമ്മുടെ ആറ്റിങ്ങൽ പോയി മത്സരിച്ച് MP ആയിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, 1,50,000 കള്ള വോട്ടുകൾ ഞാൻ പരാതി കൊടുത്ത് നീക്കിയിട്ടുണ്ട് എന്ന്. അടൂർ പ്രകാശാണ് പറഞ്ഞത്. 1,50,000 കള്ള വോട്ടുകൾ ഞാൻ പരാതി കൊടുത്ത് മാറ്റി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം ചേർത്ത് വെച്ച 1,00,000 വോട്ടുകൾ മാറ്റി. അങ്ങനെയാണ് ഞാൻ MP ആയത് എന്ന്. ഇന്ന് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കള്ള വോട്ടുകൾക്കെതിരെ പരാതി കൊടുത്ത പാർട്ടി ഏതാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അത് കഴിഞ്ഞേ ഉള്ളൂ BJP. അപ്പോൾ അത്രയധികം പരാതികൾ കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിത്ത് എവിഡൻസ് ലിസ്റ്റ് സഹിതം പത്രസമ്മേളനത്തിൽ പബ്ലിസിറ്റി കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാൽ ഇതിനെ പരിപൂർണമായിട്ട് അങ്ങ് ഒഴിവാക്കിയേക്കാം, ഈ കള്ള വോട്ടുകൾ ഒഴിവാക്കാമെന്ന് BJP അല്ല പറഞ്ഞത്, സംഘപരിവാർ അല്ല പറഞ്ഞത്, പാർലമെന്റ് അല്ല പറഞ്ഞത്, മന്ത്രിസഭയല്ല പറഞ്ഞത്, ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സ്വതന്ത്ര സ്ഥാപനം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞപ്പോ അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് LDF-ഉം UDF-ഉം നിയമസഭയ്ക്കകത്തും പുറത്തും ഒന്നിച്ചു നിന്ന് പോരാടാൻ തീരുമാനമെടുത്തിരിക്കുന്നു. അപ്പൊ കള്ളവോട്ട് ചേർക്കുന്നത് ആരാണ്? LDF-ന്റെയും UDF-ന്റെയും പൊതു അജണ്ടയാണ്. ആ പൊതു അജണ്ടയുടെ പിന്നിലുള്ള രഹസ്യം എന്താണ്? വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJP-യുടെ കേരളത്തിലെ വിജയത്തെ അട്ടിമറിക്കാൻ വേണ്ടി LDF-ഉം UDF-ഉം പരസ്പര ധാരണയോടുകൂടി മത്സരിക്കുക, എന്നിട്ട് BJP-ക്ക് മുൻതൂക്കമുള്ള വാർഡുകൾ മുതൽ അസംബ്ലി മണ്ഡലം വരെ അട്ടിമറിക്കുക. അതിന് റോഹിംഗ്യൻ, വിദേശ, ബംഗ്ലാദേശി വോട്ടർമാരെ വൻതോതിൽ കേരളത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കുക. ഇവരൊക്കെ വോട്ട് ചെയ്യാൻ വന്നാൽ കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റുകയില്ല. പർദ്ദായും ബുർക്കായൊക്കെ ഇട്ടാണല്ലോ വരുന്നത്. അതെലെങ്ങാനും തൊട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കലാപം തുടങ്ങും. അപ്പൊ ഇതാണല്ലോ ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ ഈ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരള ജനത മനസ്സിലാക്കേണ്ട വസ്തുതയാണ് ഇപ്പോൾ ഞാൻ മുന്നോട്ട് വെച്ചത്. ഈ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യേണ്ട പ്രതിപക്ഷം ഭരണപക്ഷത്തിന് പിന്തുണ കൊടുത്തിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ കേരളം ഇന്ന് ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി നിൽക്കാൻ LDF-നും കഴിയില്ല, UDF-നും കഴിയില്ല. മാധ്യമങ്ങളെ വരെ വിലക്കെടുക്കാൻ കഴിയുന്ന വലിയ സാമ്പത്തിക ശക്തിയായി മുസ്ലിം ശക്തികൾ ഇവിടെ വളർന്നിരിക്കുന്നു. അപ്പോൾ അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഒരു ഇലക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. കേരളത്തിലെ ജനാധിപത്യം ഇസ്ലാമിക തീവ്രവാദികൾ തട്ടിയെടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതായിരിക്കും സത്യം. സർ, മറ്റൊന്നാണ് ഇപ്പോ സാധാരണക്കാരുടെ ഒരു ആകുലതയാണ്. ഈ ആകുലതയെ മുതലെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോ കഴിഞ്ഞ ദിവസം ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അവർ സംയുക്തമായി പാസാക്കിയ പ്രമേയം എന്ന് വേണം പറയാൻ. കാരണം അങ്ങനെ സംയുക്തമായി പാസാക്കിയെന്ന് പറയാതിരിക്കാൻ വേണ്ടി ഇവർ ചെയ്തിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ആകുലതകൾ പരിശോധിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അവരുടെ ഭേദഗതി ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ഒരു പ്രമേയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ പറയുന്ന കള്ള വോട്ടുകൾ നീക്കം ചെയ്യാനും ഇരട്ടിപ്പ് വോട്ടുകൾ ഇത്തരത്തിലുള്ള വോട്ടുകളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി തന്നെയാണ് SIR എന്ന് പറയുന്ന പദ്ധതി ഇവിടെ കൊണ്ടുവരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഇവിടെ കൊണ്ടുവരുന്നത്. പക്ഷെ അതിനെ ഇവർ ഈ ജനാധിപത്യത്തിന്റെ മേലെയുള്ള കടന്നുകയറ്റം എന്നാണ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചിട്ടുള്ളത്. ഈ സാധാരണക്കാരന്റെ വോട്ട് നഷ്ടപ്പെടുത്താനാണോ സർ ഈ ഒരു പരിപാടി കൊണ്ടുവരുന്നത്? നമ്മുടെ വിഷയം അതല്ലെങ്കിൽ പോലും അതിന്റെ ചെറിയൊരു വിവരണം എങ്ങനെയായിരിക്കും സർ? ആരുടെങ്കിലും വോട്ട് നഷ്ടപ്പെടുന്നുണ്ടോ, അതല്ലെങ്കിൽ ആർക്കെങ്കിലും ഇതുകൊണ്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? എങ്ങനെയാണ് അതിന്റെ ഒരു നീക്കുപോക്കുകൾ വരുന്നത് സർ? അല്ല, അതിന് ഇവരുദ്ദേശിക്കുന്നത് സാധാരണക്കാരന്റെ വോട്ട് നഷ്ടപ്പെടുത്തുക എന്നുള്ളതല്ല, അത് വേറൊരു രീതിയിലാണ് നഷ്ടപ്പെടുത്തുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 10 വോട്ടിനും 100 വോട്ടിനും ഇടയ്ക്കുള്ള ഭൂരിപക്ഷത്തില് കേരളത്തിൽ CPM തോറ്റുപോയ വാർഡുകൾ, മുസ്ലിം ലീഗ് തോറ്റുപോയ വാർഡുകൾ എടുക്കുക. 10 വോട്ടിനും അല്ലെങ്കിൽ ഓരോ വോട്ടിനും 100 വോട്ടിനും ഇടയ്ക്ക് തോറ്റുപോയി. ആ വാർഡിലേക്ക് ഒരു 100, 150, 200 പുതിയ വോട്ടുകൾ ചേർക്കുക. ഈ ചേർക്കുന്ന വോട്ടുകൾ തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ LDF-ന് അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന കക്ഷിക്ക്, സ്ഥാനാർത്ഥിക്ക് കൃത്യമായിട്ട് വീഴും. ആ വാർഡുകളിലാണ് ഇവർ ഈ വോട്ട് ചേർക്കുക. ഈ വോട്ട് ചേർക്കുന്ന വ്യക്തി ബംഗ്ലാദേശിയാണോ അല്ലെങ്കിൽ ബർമാക്കാരനാണോ എന്നൊന്നും ചോദിക്കുന്നില്ല. അവന്റെ തിരിച്ചറിയൽ കാർഡിന്റെ അടിസ്ഥാനത്തിൽ അവന് വോട്ടേഴ്സ് ലിസ്റ്റിലെ പേര് ചേർത്ത് തിരിച്ചറിയൽ കാർഡ് കൊടുക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, നമുക്ക് ഇതിനെ എതിർത്തുകൂടെ? എതിർക്കുന്നുണ്ട്, ഇതിനെതിരായിട്ട് പരാതി കൊടുക്കുന്നുണ്ട്. ആ പരാതി കൊടുക്കുന്ന സമയത്ത് അവരുടെ റേഷൻ കാർഡ്, അവരുടെ വോട്ടേഴ്സ് ID, ഡ്രൈവിംഗ് ലൈസൻസ്, ഇങ്ങനെ പല കാര്യങ്ങളും കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ബംഗാളിലും ബീഹാറിലും വ്യാജമായിട്ട് ഉണ്ടാക്കുന്നതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം കോടതി പറഞ്ഞിരിക്കുന്ന തിരിച്ചറിയൽ കാർഡ് മുഴുവൻ അംഗീകരിച്ചേ പറ്റൂ. അതുകൊണ്ട് ആ തിരിച്ചറിയൽ കാർഡിന്റെ അടിസ്ഥാനത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇവരെ പേര് ചേർക്കുക. അങ്ങനെ പേര് ചേർക്കുന്ന ഇവർ വോട്ട് ചെയ്യാൻ വരികയാണ്.
ഇതാണ് നടക്കാൻ പോകുന്നത്. അതായത് 1 വോട്ട് മുതൽ 100 വോട്ട് വരെയുള്ള വ്യത്യാസത്തിൽ ജയിച്ച പഞ്ചായത്ത് വാർഡുകളെ അട്ടിമറിക്കാൻ ആവശ്യമായിട്ടുള്ള വിദേശികളെ ഇറക്കുമതി ചെയ്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന് LDF-ഉം UDF-ഉം കൂട്ടാണ്. LDF-നെ സംബന്ധിച്ച് അത് പ്രഖ്യാപിത നയമാണ്. UDF-നെ സംബന്ധിച്ച് മുസ്ലിം ലീഗിനെ പേടിയാണ്. അതുകൊണ്ട് 2 കൂട്ടരും ഒറ്റക്കെട്ടായിട്ടാണ് എതിർക്കുന്നത്. കാരണം 2 കൂട്ടർക്കും വിദേശി വോട്ടുകളുണ്ട്. എത്ര ലക്ഷം വിദേശി വോട്ടുകളാണ് കേരളത്തിലുള്ളത് എന്ന് കണ്ടുപിടിക്കപ്പെട്ടാൽ LDF-നും UDF-നും നഷ്ടമുണ്ടാകും, BJP-ക്ക് നേട്ടമുണ്ടാകും. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഇതിനെതിരായിട്ട് നീങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിലും അതിനുശേഷം വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലും ലക്ഷക്കണക്കിന് വിദേശ വോട്ടർമാർ ഈ കൊച്ചു കേരളത്തിൽ വോട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ ഇതിൽ സാർ നമുക്കറിയാം SIR-ന്റെ ആ വിഷയം വളരെ ഗൗരവമായിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ട, അത് സെപ്പറേറ്റ് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മൾ അടുത്തായി ചർച്ച ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ജനങ്ങൾ എങ്ങനെയാണ് സാർ ഈ പറയുന്ന ഈ രാഹുൽ ഗാന്ധിയുടെ ബോംബുകളായാലും സോണിയയുടെ ആയാലും ഈ പറയുന്ന ഹിൻഡൻബർഗ് ആയാലും അല്ലെങ്കിൽ ജോർജ് സോറസ് ആയാലും ഇവരൊക്കെ ഇവിടെ ഇടാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഈ ബോംബിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിനെ കരുതിയിരിക്കേണ്ടത് എങ്ങനെയാണ് സാർ ജനങ്ങൾ? പ്രധാനമായിട്ടും അവർ കൊണ്ടുവരാൻ പോകുന്നത് ജാതി മതം അടിസ്ഥാനത്തിലുള്ള വേർതിരിവായിരിക്കും. ഇപ്പോൾ ജാതി സെൻസസ് വേണമെന്നും കൂടുതൽ സംവരണ സമുദായങ്ങളെ ഉൾപ്പെടുത്തണമെന്നും അതുപോലെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്കും അതിനിടയിലുള്ള ജാതി വിഭാഗങ്ങൾക്കുമൊക്കെ പ്രത്യേക ആനുകൂല്യങ്ങൾ വേണമെന്നും പറഞ്ഞുകൊണ്ടുള്ള കലാപങ്ങളിലേക്കായിരിക്കും അവർ അടുത്തതായിട്ട് നീങ്ങുക. അതിനു മുമ്പ് നടത്തിയതെല്ലാം പൊളിഞ്ഞു പോയതുകൊണ്ട് ഇനി ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ഉള്ള നീക്കങ്ങളായിരിക്കും വരുന്നത്. നമ്മളതിനെ കരുതിയിരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ജാതിയെ പ്രകോപിപ്പിച്ചാൽ, ഒരു മതത്തെ പ്രകോപിപ്പിച്ചാൽ അവരുടെ പ്രതികരണം അത് എന്തു തന്നെയാണെങ്കിലും ആ പ്രതികരണത്തിന് പ്രതിപ്രതികരണങ്ങളും ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അതോടുകൂടി ജനാധിപത്യ സംവിധാനം താറുമാറാക്കിയെടുക്കാം. അതിനിവിടുത്തെ വാർത്താ മാധ്യമങ്ങളെ വളരെ സമർത്ഥമായിട്ട് ഉപയോഗിക്കാം. അതിനിവിടുത്തെ യുവാക്കളെ തെരുവിലിറക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഈ കലാപ ശ്രമങ്ങൾ എപ്പോൾ ഏത് കോണിൽ വേണേലും പൊട്ടിപ്പുറപ്പെടാം. ഉദാഹരണത്തിന് കേരളത്തിൽ 40 ലക്ഷം അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന ബംഗാളികൾ ഉണ്ടെന്നാണ് കണക്ക്. ഈ 40 ലക്ഷം പേർക്കിടയിൽ ഒരു അരക്ഷിതാവസ്ഥ ഇളക്കി വിട്ടുകൊണ്ട് അവരെ തെരുവിലിറക്കി ഒരു കലാപം ഉണ്ടാക്കിയിരിക്കട്ടെ. ആ കലാപത്തെ തുടർന്ന് ഇവിടെ പോലീസ് നടപടി ഉണ്ടായി. ആ പോലീസ് നടപടിയിൽ പല കാര്യങ്ങളും കർശനവും കഠിനവുമായിട്ട് ചെയ്യേണ്ടി വന്നു എന്നിരിക്കട്ടെ. ഈ വാർത്ത ഇവരുടെയൊക്കെ ജന്മനാടായിട്ടുള്ള സ്ഥലങ്ങളിൽ, അതായത് പശ്ചിമ ബംഗാളിലും ബീഹാറിലും ഒക്കെ കൊണ്ടുപോയി വാർത്തകളിൽ കൂടെ പ്രചരിപ്പിച്ചാൽ അവിടെയും കലാപം ഉണ്ടാവും. അങ്ങനെയുള്ള കലാപത്തെ BBC, CNN അടക്കമുള്ള വിദേശ വാർത്താ ചാനലുകൾ അതിഗംഭീരമായിട്ട് അൽ ജസീറ വരെയുള്ളവർ ആഘോഷിക്കും. ഉടനെ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്ന് പറയുന്നു, അമേരിക്കൻ പ്രസിഡന്റ് അപലപിക്കുന്നു, മാർപ്പാപ്പ വിലപിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം അങ്ങ് തുടങ്ങും. ചുരുക്കി പറഞ്ഞാൽ ഒരു ജൻസി വിപ്ലവം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ ജാതി മത സംഘർഷങ്ങളിലേക്കായിരിക്കാം ഇനി ഇവിടെ നീക്കം കൊണ്ടുവരിക. ബാക്കി നീക്കങ്ങളൊന്നും വിജയിച്ചില്ല. അപ്പോൾ മതപരവും ജാതീയവുമായിട്ടുള്ള സംഘർഷങ്ങളിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിക്കുകയും ഏതൊരു ഇലക്ഷൻ വരുന്നതിന് മുമ്പും അന്തരീക്ഷം തകർക്കുകയും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മാറ്റു കുറയ്ക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് സാധ്യത. പൊതുജനങ്ങൾ, ബഹുജനങ്ങൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, സോഷ്യൽ മീഡിയ അന്ധമായിട്ട് വിശ്വസിക്കുന്നവർ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ കാര്യമായിട്ട് എടുക്കാത്ത സ്ത്രീകൾ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരും തൊഴിലാളി വിഭാഗം അടക്കമുള്ളവർക്കിടയിലായിരിക്കും അസ്വസ്ഥതകൾ പൊട്ടിപ്പുറപ്പെടുക. അതിനെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ആളിക്കത്തിക്കും. വാർത്താ മാധ്യമങ്ങൾ അതിന് എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കും. അതിനുള്ള ലാഭം അവർക്ക് കിട്ടുകയും ചെയ്യും. ഇതാണ് ഇന്ത്യയിൽ ഇനി സംഭവിക്കാനുള്ള സാധ്യത. അതാണ് എൻ്റെ ഇനിയും ബോംബുണ്ട് എന്ന് രാഹുൽ ഗാന്ധി വീമ്പിളക്കാനുള്ളതിന്റെ കാര്യം.